സോ ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം. സോ നമ്മളെ അടുത്ത സെഷനിലോട്ട് നീങ്ങാണ്. അപ്പൊ ഈ സെഷനിൽ ഇപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഓപ്പൺ ഓർഗൻ പൈപ്പ്, ക്ലോസ്ഡ് പൈപ്പ്, അതായത് വേവ് മൊത്തം കംപ്ലീറ്റ് ആക്കി. അപ്പൊ ഇനി ഈ ഒരു ചാപ്റ്ററിൽ നമ്മളെ ഡീൽ ചെയ്യാൻ പോകുന്നത് പുതിയൊരു ചാപ്റ്റർ ആണ്. ദാറ്റ് ഈസ് ദ ഓസിലേഷൻ. അതായത് 15 ചാപ്റ്റർ ആണുള്ളത്. ഓക്കെ, അത് 14ാമത്തെ ചാപ്റ്റർ ആണ് ഓസിലേഷൻ. അപ്പോ നമുക്കിനി എത്ര പാടാ തീരാനുള്ളത്? നമുക്കിപ്പോ തെർമൽ പ്രോപ്പർട്ടീസ് സാർ എടുക്കുന്നുണ്ട്. സോ അത് സാർ ഇപ്പോൾ അടുത്ത് തന്നെ തീർക്കും, ചിലപ്പോൾ തീർത്തിട്ടുണ്ടാവും. ദെൻ അത് കഴിഞ്ഞ ശേഷം നമുക്ക് തെർമോ ഡൈനാമിക്സ് ഉണ്ടാവും. അത് ചിലപ്പോൾ സാർ എടുക്കും, അല്ലെങ്കിൽ ഞാൻ എടുക്കും, അല്ലെങ്കിൽ ഞാൻ എടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് ഉണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് അവസാനം ഓസിലേഷൻ എന്ന് പറഞ്ഞ ഈ ചാപ്റ്റർ. അപ്പൊ നമുക്ക് മൊത്തം ഇനി പറഞ്ഞാൽ തീരെ തൊടാത്തതായിട്ട് ആകെ 2 ചാപ്റ്ററേ ഉള്ളൂ. ബാക്കി നമുക്ക് ഇനി ആകെ ഓസിലേഷൻ എന്നുള്ള ചാപ്റ്റർ നമുക്ക് തീർക്കാവുള്ളൂ. സോ സിമ്പിൾ ആണോ വെച്ചാൽ വളരെ സിമ്പിൾ ആണ്. നമ്മളിപ്പോ വിക്ടേഴ്സിലൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയാം എവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളത്. സോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളെ ചാപ്റ്റർ കഴിയാനായി. അപ്പൊ എത്രത്തോളം പെട്ടെന്ന് കഴിയുന്നോ അത്രത്തോളം നിങ്ങൾക്ക് ബെനിഫിറ്റ് ആണ്. കാരണം എന്താ, നിങ്ങൾക്ക് അത്രത്തോളം പെട്ടെന്ന് റിവിഷൻ തുടങ്ങാം. അപ്പൊ ചാപ്റ്റേഴ്സ് ഒക്കെ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ജനുവരി, ഈ മാസം തന്നെ നമ്മൾ ചാപ്റ്റർ തീരും. സോ ജനുവരി മുതൽ നിങ്ങൾക്ക് ഇങ്ങനെ റിവിഷൻ തുടങ്ങാം. ജനുവരി കിട്ടും, ഫെബ്രുവരി, മാർച്ച്. പിന്നെ കോവിഡ് ഒക്കെ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു മാർച്ചിലൊന്നും ചിലപ്പോൾ എക്സാം നടക്കാൻ ചാൻസ് ഇല്ല. ചിലപ്പോൾ ഏപ്രിലോ മെയ് ഒക്കെ ആവും. സോ അത്രയും ടൈം നിങ്ങൾ ഇങ്ങനെ റിവിഷൻ ചെയ്യാണ്. സോ അങ്ങനെ റിവിഷൻ ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യും, ഒരു വൈക്കാവും, നിങ്ങൾ ആകെ തറവും. പിന്നെ നമ്മളെ റിവിഷൻ കോഴ്സും തുടങ്ങുന്നുണ്ട്. സോ ആ റിവിഷൻ കോഴ്സും കൂടെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വേറെ ലെവലാവും. എന്താ വെച്ചാൽ നമ്മളിങ്ങനെ റിവിഷൻ പറഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ഒരു 10-20 വർഷത്തെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഡീൽ ചെയ്യും, ഡിസ്കസ് ചെയ്യും. അങ്ങനെ ചെയ്ത് നമുക്ക് വളരെ ലെവലാകാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ഓസിലേഷൻസ് എന്നുള്ള ചാപ്റ്റർ തുടങ്ങാം. അപ്പൊ നമ്മള് ഈ +1 എന്നുള്ള സാധനത്തിന് സമ്മറൈസ് ചെയ്താൽ മൊത്തം മോഷൻസ് ആണ് പഠിക്കുന്നത്. മീൻസ് മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ തന്നെ സ്റ്റഡി ഓഫ് മോഷൻ ആണ്. അതിൽ നമ്മൾ എന്ത് ചെയ്തു, കുറെ ടൈപ്പ് മോഷൻ പഠിച്ചു. ഒന്ന് 1D മോഷൻ പഠിച്ചു, ദെൻ 2D മോഷൻ പഠിച്ചു. പിന്നെ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്, പിന്നെ റൊട്ടേഷണൽ മോഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു വേറെ ടൈപ്പ് ഓഫ് മോഷൻ നമ്മൾ പഠിച്ചു. പിന്നെ അതിന്റെ ഗ്രാവിറ്റേഷൻ, ലോസ് ഓഫ് മോഷൻ, അങ്ങനെ വർക്ക് എനർജി പവർ കുറെ ചാപ്റ്റേഴ്സ് ഉണ്ട്, അതൊന്നും നോക്കണ്ട. പിന്നെ നമ്മളെ ഫ്ലൂയിഡിന്റെ മോഷൻ പഠിച്ചു. പിന്നെ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിൽ ടെമ്പറേച്ചർ പഠിച്ചു. അതും ഒരു ഹീറ്റിന്റെ ഫ്ലോ ആണ്, അല്ലെങ്കിൽ ഹീറ്റിന്റെ മോഷൻ ആണ് അത്. ഓക്കെ, അപ്പൊ ഹീറ്റ് മോഷൻ അതന്നെ, അതൊരു ടൈപ്പ് മോഷൻ ആണ്. പിന്നെ അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഇപ്പൊ പഠിച്ചു കഴിഞ്ഞ വേവ് മോഷൻ, അതും ഒരു ടൈപ്പ് ഓഫ് മോഷൻ ആണ്. പിന്നെ ഇപ്പൊ അവസാനത്തെ ടൈപ്പ് ഓഫ് മോഷൻ ആണ് ഓസിലേറ്ററി മോഷൻ, അല്ലെങ്കിൽ ഓസിലേഷൻ എന്നൊക്കെ പറയാം. സോ ഇത്രക്കും ടൈപ്പ് ഓഫ് മോഷൻസ് നമ്മൾ ഇപ്പോ ഡീൽ ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. സോ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഈ ലാസ്റ്റ് ടൈപ്പ് ഓഫ് മോഷൻ ആണ് ഓസിലേഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് നോക്കാം ഇത് എങ്ങനെ വരുമെന്നുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഓസിലേഷൻസ് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് പറയുന്നത് പീരിയോഡിക് മോഷൻ എന്താണെന്നുള്ളത്. ഓക്കെ, എന്താ പീരിയോഡിക് മോഷൻ? മോഷൻ വിച്ച് ആർ റിപ്പീറ്റഡ് അറ്റ് എ റെഗുലർ ഇന്റർവൽ ഓഫ് ടൈം ആർ കോൾഡ് പീരിയോഡിക് മോഷൻ. അതായത് ഒരു റെഗുലർ ഇന്റർവൽ ഓഫ് ടൈമിൽ റിപ്പീറ്റ് ചെയ്യുന്ന മോഷനെ പറയുന്ന പേരാണ്, ഒരു റെഗുലർ ഇന്റർവൽ ഓഫ് ടൈമിൽ എന്താ പറയാ, റിപ്പീറ്റ് ചെയ്യുന്ന മോഷന് പറയുന്ന പേരാണ് പീരിയോഡിക് മോഷൻ എന്നുള്ളത്. ഓക്കെ, എന്താണ് പീരിയോഡിക് മോഷൻ എന്നുള്ളത്? ഒരു റെഗുലർ ഇന്റർവൽ ഓഫ് ടൈമിൽ റിപ്പീറ്റ് ചെയ്യണം. എന്ത് ചെയ്യണം? റിപ്പീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ പരിപാടി നടക്കൂല. ഓക്കെ, നിങ്ങൾ എൻട്രൻസിന് ഒരിക്കലും റിപ്പീറ്റ് ചെയ്യരുത്, ഫസ്റ്റ് ചാൻസ് തന്നെ കയറണം. ഞാൻ പറഞ്ഞ പീരിയോഡിക് മോഷന്റെ കാര്യത്തിലാണ്. ഓക്കെ, അപ്പൊ പീരിയോഡിക് മോഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഒരു സ്പെസിഫിക് ഇന്റർവൽ ഓഫ് ടൈമിൽ എന്ത് ചെയ്യണം, റിപ്പീറ്റ് ചെയ്യണം. സോ അതിന് എക്സാമ്പിൾസ് പറയുമ്പോൾ കുറച്ചും കൂടെ മനസ്സിലാവും. ഓക്കെ, മോഷൻ ഓഫ് എ പ്ലാനറ്റ് അറൌണ്ട് ദ സൺ. അപ്പോൾ നമ്മൾ സോളാർ സിസ്റ്റം എടുത്ത് നോക്കിയാൽ സൺ സെൻട്രൽ ഉണ്ട്, ബാക്കി എല്ലാവരും എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇത് സൺ ആണെങ്കിൽ നമ്മൾ എർത്ത് അല്ലെ. സോ എർത്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇപ്പൊ ഇവിടുന്ന് ഒരു ഇതം തുടങ്ങിയാൽ പിന്നെ ആ ഭാഗത്തേക്ക് തന്നെ എത്തണമെങ്കിൽ ഏകദേശം 365 ദിവസം എടുക്കും. സോ അതായത് എന്താണ്, എർത്ത് ഇപ്പൊ പീരിയോഡിക് മോഷനിലാണ്. കാരണം റെഗുലർ ഇന്റർവൽ ഓഫ് ടൈമിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെയാണ് ഇപ്പൊ കുറെ വർഷങ്ങൾ കഴിഞ്ഞല്ലേ. സോ അതൊക്കെ അതിന് എക്സാമ്പിൾ ആണ്. ഇനി അടുത്തത് മോഷൻ ഓഫ് മാസ് അറ്റാച്ച്ഡ് ടു എ സ്പ്രിങ്. നമ്മളിപ്പോ എന്ത് ചെയ്തു, ഒരു സ്പ്രിങ്, ഈ സ്പ്രിങ്ങിൽ എന്ത് ചെയ്തു, ഒരു മാസ് കെട്ടി തൂക്കി, എന്നിട്ട് ഇതിന് താഴോട്ട് വരച്ച് എന്ത് ചെയ്യും, അത് അങ്ങോട്ടൊക്കെ ഇങ്ങനെ എന്ത് ചെയ്യും, റിപ്പീറ്റ് ചെയ്താണ്ട് ഒരു സ്പെസിഫിക് ടൈം ഇന്റർവൽ ഓഫ് ടൈമിൽ എന്ത് ചെയ്യും, ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യും. സോ അതൊക്കെ എന്താണ്, പീരിയോഡിക് മോഷൻ ആണ്. ഓക്കെ, ദെൻ ഹാർട്ട് ബീറ്റ് അറിയില്ലേ, നമ്മളെ ഹാർട്ട് ബീറ്റ് ഒക്കെ ഇങ്ങനെ ഹാർട്ടിന്റെ വാൾവ് തുറക്കുമ്പോൾ ഉണ്ടാവുന്ന സൗണ്ട് ആണ് സത്യം പറഞ്ഞ ആക്ച്വലി ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത്. സോ അതൊക്കെ ഒരു സ്പെസിഫിക് ഇന്റർവൽ ഓഫ് ടൈമിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. റിപ്പീറ്റ് ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക, മരിച്ചു പോകും. വേറെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. ഹാർട്ട് ബീറ്റ് നിൽക്കാൻ പാടില്ല, നിങ്ങൾക്ക് അറിയാലോ. ഹാർട്ട് ബീറ്റ് നിൽക്കുന്നത് ഒരൊറ്റ സമയത്ത് മാത്രമാണ്, നമ്മൾ സ്നീസ് ചെയ്യുമ്പോൾ, തുമ്മുമ്പോൾ. ഓക്കെ, അപ്പൊ തുമ്മുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ സ്നീസ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുക, നമ്മളെ ഹാർട്ട് ബീറ്റ് വരെ സ്റ്റോപ്പ് ആവും. പക്ഷെ മരിക്കൊന്നുമില്ല, കാരണം കുറച്ച് നേരത്തിനല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പൊ കാരണം ഹാർട്ട് ഇങ്ങനെ ബ്ലഡ് പമ്പ് ചെയ്യാണ്, മീൻസ് അതിലൂടെയാണ് എല്ലാ സ്ഥലങ്ങളിലേക്കും ബ്ലഡ് എത്തുന്നത്. സോ ആ സമയത്ത് അത് മര്യാദക്ക് വർക്ക് ചെയ്തില്ലെങ്കിൽ ബ്ലഡ് എത്തൂല. സോ ടിഷ്യൂസ് ഒക്കെ പെട്ടെന്ന് ഡാമേജ്ഡ് ആവും, സെൽ ഡെത്ത് ഒക്കെ സംഭവിച്ച് നമ്മൾ പെട്ടെന്ന് മരിച്ചു പോകും. ഓക്കെ,
സോ അതാണ് പീരിയോഡിക് മോഷനെ പറ്റി പറയാനുള്ളത്. സോ പീരിയോഡിക് മോഷൻ സിമ്പിൾ അല്ല, എന്താണ് ഇത്ര മാത്രം നോക്കിയാൽ മതി. മോഷൻ വിച്ച് ആർ റിപ്പീറ്റഡ് അറ്റ് റെഗുലർ ഇന്റർവൽ ഓഫ് ടൈമിൽ. ഫോർ എക്സാമ്പിൾ നമ്മളെ എർത്ത് 365 ദിവസം കൂടുമ്പോൾ എന്ത് ചെയ്യുന്നു, റിപ്പീറ്റ് ചെയ്ത് സണ്ണിന് ചുറ്റും ഇങ്ങനെ ചുറ്റുന്നുണ്ട്. സോ അതാണ് എന്ത് പറയുന്നത്, പീരിയോഡിക് മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. അപ്പൊ പീരിയോഡിക് മോഷൻസ് അത്രേ ഉള്ളൂ. നമുക്ക് അടുത്ത ടൈപ്പ് ഓഫ് മോഷൻ നോക്കാം. ഓക്കെ, then the second one is called oscillatory motion. Yes, ഇതാണ് നമ്മൾ ഈ ചാപ്റ്റർ മൊത്തം പഠിക്കുന്നത്. അതാണ് ഈ ചാപ്റ്ററിന്റെ പേരും ഓസിലേഷൻ എന്നുള്ള പേര്. ഓക്കെ, സോ നമുക്ക് ഓസിലേറ്ററി മോഷൻ എന്താ നോക്കാം. അതായത് ഓസിലേറ്ററി മോഷൻ എന്ന് പറഞ്ഞാൽ ഇഫ് എ ബോഡി മൂവ്സ് ടു ആൻഡ് ഫ്രോ റിപ്പീറ്റഡ്ലി അബൌട്ട് എ ഫിക്സഡ് പോയിന്റ് then it is called oscillatory motion. Okay, അപ്പോ the oscillation of simple pendulum അല്ലെങ്കിൽ to and fro motion of a body is called oscillatory motion. അങ്ങനെയും പറയാം. ടു ആൻഡ് ഫ്രോ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും. അതിനെയാണ് നമ്മൾ എന്ത് പറയാ, അതായത് ഇപ്പൊ ഇവിടുന്ന് തുടങ്ങിയാൽ അവിടെ പോയിട്ട് ഇങ്ങോട്ട് തന്നെ എത്തുക, പിന്നെ അവിടെ പോയിട്ട് ഇങ്ങോട്ട് തന്നെ എത്തുക. അതാണ് ടു ആൻഡ് ഫ്രോ മോഷൻ എന്ന് പറയാം. ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ നമുക്കൊരു സിമ്പിൾ പെൻഡുലം എടുത്താൽ മതി. ഓക്കെ, ഫോർ എക്സാമ്പിൾ സിമ്പിൾ പെൻഡുലത്തിന് നമ്മൾ സിമ്പിൾ പെൻഡുലം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതാണ് സിമ്പിൾ പെൻഡുലം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, പറഞ്ഞുതരാം. അപ്പൊ ഈ ചാപ്റ്റർ മൊത്തം നമ്മൾ പെൻഡുലത്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അതായത് ചാപ്റ്റർ മൊത്തം പെൻഡുലം അല്ല. സോ ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സിമ്പിൾ പെൻഡുലം എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഒരു സാധനമാണ്. ഓക്കെ, ഒരു ഫിക്സഡ് പോയിന്റിൽ നിന്ന് ഒരു കയർ തൂക്കിയിട്ടിട്ടുണ്ടാവും. ഒരു ഫിക്സഡ് പോയിന്റിൽ നിന്ന് ഒരു കയർ, ഒരു ത്രെഡ് അല്ലെങ്കിൽ സ്ട്രിങ് തൂക്കിയിട്ടിട്ടുണ്ടാവും. ഈ സ്ട്രിങ്ങിന്റെ ഏറ്റവും അവസാനത്തെ അറ്റം ഉണ്ടല്ലോ, ഈ സ്ട്രിങ്ങിന്റെ ഏറ്റവും അവസാനത്തെ അറ്റം ഒരു മാസ് തൂക്കിയിട്ടിട്ടുണ്ടാവും. ഓക്കെ, ഒരു മാസ് തൂക്കിയിട്ടിട്ടുണ്ടാവും. ഓക്കെ, ഈ മാസിന് നമ്മൾ പറയുന്ന പേരാണ് ബോബ്. എന്താണ്, ബോബ് ദ ബിൽഡർ എന്ന് പറഞ്ഞിട്ട് ഒരു കാർട്ടൂൺ ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് അറിയാവോ. സോ ഇതാണ്, ഈ ഒരു അറേഞ്ച്മെന്റിനെയാണ് നമ്മള് സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്നത്. സോ ഒരു ഫിക്സഡ് പോയിന്റിൽ നിന്ന് എന്ത് ചെയ്യും, നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഫിക്സഡ് പോയിന്റിൽ നിന്ന് നമ്മൾ ഒരു സ്ട്രിങ്ങോ അല്ലെങ്കിൽ ത്രെഡോ വഴി ഒരു മാസ് എം ഉള്ള ഒരു ബോഡിനെ ഇങ്ങനെ തൂക്കും. ഓക്കെ, അപ്പൊ ഇത് റെസ്റ്റിൽ നിൽക്കുന്ന സമയത്ത്, ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ മോഷനെ പറ്റി കുറച്ചും കൂടെ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഓക്കെ, സോ ഇതാണ് ഇതിന്റെ മെയിൻ പൊസിഷൻ എന്ന് പറയുന്നത്. മീൻസ് ഈ സമയത്ത് നമ്മൾ ഇങ്ങനെ തൂക്കാതെ നിൽക്കുമ്പോൾ അതുള്ള ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ, സോ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, അതിന്റെ മെയിൻ പൊസിഷൻ എന്ന് വിളിക്കുക. സോ ഇതാണ് അതിന്റെ മെയിൻ പൊസിഷൻ. ഓക്കെ, സോ ഇതാണ് അതിന്റെ മെയിൻ പൊസിഷൻ എന്ന് വിളിക്കുന്നത് ഇതാണ്. ഇനി നമ്മൾ ഇതിനൊരു ഫോഴ്സ് കൊടുത്ത് എന്താ സംഭവിക്കുക, സ്വാഭാവികമായിട്ടും ഇത് എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങും. സോ ഇവിടെ പോയിട്ട് എന്ത് ചെയ്യും, ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. സോ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന മോഷനെ പറയുന്ന പേരാണ് ടു ആൻഡ് ഫ്രോ മോഷൻ. മുന്നോട്ട് പിന്നോട്ട് മുന്നോട്ട് പിന്നോട്ട്, സോ അങ്ങനെ കറങ്ങി കിടക്കും. സോ അങ്ങനെ കളിക്കുന്ന ആ ടൈപ്പ് മോഷനെ പറയുന്ന പേരാണ് എന്താ പറയാ, ആ ടൈപ്പ് ഓഫ് മോഷനെ പറയുന്ന പേരാണ് ഓസിലേറ്ററി മോഷൻ. ഇനി ഇവിടെ നിങ്ങൾ പ്രത്യേകം നോക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ ഇതിനെ ഇങ്ങോട്ട് തൊട്ടാൽ ഇത് മാക്സിമം ഇതിന് ഒരു പോയിന്റ് വരെ അല്ല പോകാൻ പറ്റുള്ളൂ. സോ അത് പോയി സപ്പോസ് ഇതുവരെ എത്തിയെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ എത്തിയ ശേഷം അത് റെസ്റ്റിലാവും. പിന്നെ എന്ത് ചെയ്യും, നേരെ താഴോട്ട് പോയിട്ട് ഇവിടെയും അതേ ഒരു പോയിന്റിൽ എത്തി അത് റെസ്റ്റിലാവും. ഓക്കെ, സോ അങ്ങനെ മാക്സിമം ഏതുവരെ പോയിന്റിൽ എത്തിയിട്ട് അതിനെ അവിടെ നിൽക്കാൻ പറ്റുന്നോ ആ പോയിന്റിൽ നമ്മൾ പറയുന്ന പേരാണ് ഇക്വിലിബ്രിയം പൊസിഷൻ. ഓക്കെ, ഇക്വിലിബ്രിയം പൊസിഷൻ എന്നാണ് നമ്മൾ പറയാ. സോറി, ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇക്വിലിബ്രിയം പൊസിഷൻ എന്നാണ് നമ്മൾ പറയാം. അപ്പൊ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയണ്ട, നിങ്ങൾക്ക് അതിനെ എക്സ്ട്രീം പൊസിഷൻ എന്നും പറയാം. ഓക്കെ, അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. നമ്മളിപ്പോ ഷുവർ അല്ലാത്ത കാര്യം പറയണ്ട, നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, അത് മാക്സിമം നമ്മൾ എന്ത് ചെയ്യാം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. സോ ഇതാണ് അതിന്റെ മെയിൻ പൊസിഷൻ, അല്ലെങ്കിൽ അതിന് എക്സ്ട്രീം പൊസിഷൻ എന്നാണ് നമ്മൾ പറയാം. സാധാരണ ഞാൻ എഴുതുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് കറക്റ്റ് ആയിട്ട് ഞാൻ അതിനെ പറ്റി പറഞ്ഞുതരാം. ഓക്കെ, സോ ഒരു സിമ്പിൾ പെൻഡുലം എന്തായിരിക്കും, നമ്മൾ ഇതിനെ ഒരു ഫോഴ്സ് കൊടുത്താൽ സ്വാഭാവികമായിട്ടും അത് എന്ത് ചെയ്യും, മാക്സിമം ആയിട്ട് ഒരു പോയിന്റിൽ വരെ പോയിട്ട് റെസ്റ്റിൽ നിൽക്കും. പിന്നെ അതേപോലെ ഇവിടെ ഇതുവരെയുള്ള പോയിന്റിൽ എത്തിയിട്ട് എന്ത് ചെയ്യും, റെസ്റ്റിൽ നിൽക്കും. ഓക്കെ, അപ്പൊ ആ രണ്ട് പോയിന്റുകൾ നമുക്ക് എക്സ്ട്രീം പൊസിഷൻ എന്ന് പറയാം. ഞാനത് എഴുതുന്നില്ല, നിങ്ങൾക്ക് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. ഓക്കെ, സോ അതാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത്. സോ ഇവിടുന്നോട്ട് ഇതുവരെ പോയിട്ട് അവിടുന്നോട്ട് അതുവരെ പോയിട്ട് ആ ഒരു ഏറ്റവും എക്സ്ട്രീം പോയിന്റിൽ ആ സാധനം റെസ്റ്റ് ആയിരിക്കും. ആ റെസ്റ്റ് ആയി കഴിഞ്ഞ ശേഷം പിന്നെ അത് താഴോട്ട് ഇങ്ങനെ മെയിൻ പൊസിഷനിലൂടെ പോകും, അങ്ങോട്ട് എത്തും. പിന്നെ ഇങ്ങനെ അതിങ്ങനെ ഒരു ടൈപ്പ് ഓഫ് മോഷനിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. അതിനെയാണ് നമ്മൾ ടു ആൻഡ് ഫ്രോ മോഷൻ എന്ന് പറയാം. ഓക്കെ, സോ അതാണ് ഇവിടെ പറഞ്ഞത്. ഇഫ് ദ ബോഡി, നിങ്ങൾക്ക് ഓസിലേറ്ററി മോഷൻ എന്താ ചോദിച്ചാൽ വെറുതെ ടു ആൻഡ് ഫ്രോ എന്ന് എഴുതി കൊടുത്താൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. 2 മാർക്കാണെങ്കിൽ ഒരു മാർക്ക് ഇട്ട് തരും. ഓക്കെ, നിങ്ങൾ അങ്ങനെ എഴുതാൻ നിൽക്കരുത്, മൊത്തത്തിൽ എഴുതി വെക്കണേ പ്ലീസ്. സോ ഓസിലേറ്ററി മോഷൻ എന്ന് പറഞ്ഞ എക്സാമ്പിൾ എന്താണ്, ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം. സോ അത് ഇതിന് എക്സാമ്പിൾ ആണ്. ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം ഇതിന് എക്സാമ്പിൾ ആണ്. സോ ഇതാണ് ഈ ചാപ്റ്ററിൽ മൊത്തം ഏകദേശം നമ്മൾ ഈ പെൻഡുലത്തിനെ കുറിച്ച് തന്നെയാണ് പഠിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക് പോവാം. സോ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. ആ പെൻഡുലം അവിടെ നിന്നോട്ടെ, നമുക്ക് ആവശ്യം വരും. ഓക്കെ, അപ്പൊ ആ പെൻഡുലം അവിടെ നിന്നോട്ടെ, നമുക്ക് ആവശ്യം വരും. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇതൊക്കെ ഓൾറെഡി നിങ്ങൾ സെക്കൻഡ് 2D മോഷൻ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ്.
സോ പീരിയഡ് ടി എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ടൈം പീരിയഡ്, അതാണ് അതിനോട് ഉദ്ദേശിക്കുന്നത്. സ്മോളസ്റ്റ് ഇന്റർവൽ ഓഫ് ടൈം ആഫ്റ്റർ വിത്ത് മോഷൻ റിപ്പീറ്റ് ഇറ്റ് സെൽഫ്. ഓക്കെ, അപ്പൊ അതിനെ പറയുന്ന പേരാണ് ടൈം പീരിയഡ്. ഏറ്റവും സ്മോളസ്റ്റ് ടൈം ഇന്റർവെല്ലിൽ റിപ്പീറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ടൈം പീരിയഡ് ടി എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ യൂണിറ്റ് എന്താണ്? ടൈം പീരിയഡ് എന്നാ പറയാണ്. യൂണിറ്റ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ആണ്, സാധാരണ നമ്മളെ സെക്കൻഡ് തന്നെ, വേറെ ഒന്നുമില്ല. ഓക്കെ, ദെൻ ഫ്രീക്വൻസി, നമ്പർ ഓഫ് റിപ്പീറ്റേഷൻ പെർ ടൈം. നമ്മൾ സാധാരണ ഒരു ഓസിലേഷൻ എപ്പോഴാണ് കണക്കാക്കുക അറിയാം? ഇപ്പൊ സപ്പോസ് മീൻ പൊസിഷനിലാണ് തുടങ്ങുന്നുണ്ടെങ്കിൽ ദെൻ അത് അവിടെ പോയിട്ട് ആ പോയിന്റിൽ എത്തി, പിന്നെ നേരെ ഇങ്ങോട്ട് പോയിട്ട് പിന്നെ ഇവിടുത്തെ എക്സ്ട്രീം പൊസിഷനിലെത്തി വീണ്ടും മീൻ പൊസിഷനിലേക്ക് എത്തൂലേ, അതാണ് ഒരു ഓസിലേഷൻ. ഓക്കെ, അതാണ് ഒരു ഓസിലേഷൻ. ഇനി സപ്പോസ് നിങ്ങൾക്ക് ഈ ഒരു എക്സ്ട്രീം പൊസിഷനിൽ തുടങ്ങുകയാണെങ്കിൽ അതെന്ത് ചെയ്യും? നേരെ അവിടെ പോയിട്ട് പിന്നെ അത് നേരെ ഇങ്ങോട്ട് തന്നെ എത്തണം. സോ അതായിരിക്കും ഒരു ഓസിലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എവിടുന്നാണ് തുടങ്ങിയത് അത് അവിടെ പോയിട്ട് അങ്ങോട്ട് തന്നെ എത്തുന്നതിനാണ് ഒരു ഓസിലേഷൻ എന്ന് പറയുന്നത്. അത് 2 പ്രാവശ്യം എത്തിയാൽ 2 ഓസിലേഷൻ എന്ന് പറയും. സോ പ്രത്യേകം നോക്കണം, ഇത് ഇവിടെ പോയിട്ട് അവിടെ പോയി ഇങ്ങോട്ട് തന്നെ എത്തുമ്പോൾ ഒരു ഓസിലേഷൻ അല്ല, അപ്പൊ അര ഓസിലേഷനേ ആവുള്ളൂ. ഒരു ഓസിലേഷൻ ആവണമെങ്കിൽ പിന്നെ അത് അവിടുന്ന് പിന്നെ അങ്ങോട്ട് പോയിട്ട് നേരെ ഈ പോയിന്റിലോട്ട് തന്നെ എത്തണം. അപ്പോഴാണ് അത് ഒരു ഓസിലേഷൻ ആവുക. അങ്ങനെ ഒരു സെക്കൻഡിൽ എത്രത്തോളം ഓസിലേഷൻസ് ഉണ്ട് അതിനാണ് ഫ്രീക്വൻസി എന്ന് പറയാം. സോ ഫ്രീക്വൻസി കാണാനുള്ള ഇക്വേഷൻ ആണ് എന്ത്? നമ്പർ ഓഫ് ഓസിലേഷൻസ് പെർ ടൈം അല്ലെങ്കിൽ നമ്പർ ഓഫ് റിപ്പീറ്റേഷൻസ് പെർ ടൈം. കാരണം ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്, നമ്പർ ഓഫ് എന്താ പറയാ ഓഫ് ഓസിലേഷൻസ് പെർ ടൈം. ഓക്കെ, നമ്പർ ഓഫ് ഓസിലേഷൻസ് ഓൾ ഡിവൈഡ് ബൈ ടൈം, അങ്ങനെയും നിങ്ങൾക്ക് പറയാം. ദെൻ ഫ്രീക്വൻസിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് കുറെ പ്രാവശ്യം. ഫ്രീക്വൻസിന്റെ യൂണിറ്റ് ആണ് ഹേർട്സ്, HERTZ. അതിന് നമുക്ക് ക്യാപിറ്റൽ H സ്മോൾ z എന്ന് ഇടാം, അതാണ് ഇതിന്റെ യൂണിറ്റ്. പിന്നെ അത്രേ ഉള്ളൂ. പിന്നെ ഫ്രീക്വൻസി ടൈം പീരീഡ് നമ്മളെ ബന്ധം എന്താ? ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു F ഈസ് ഈക്വൽ ടു 1 ബൈ ക്യാപിറ്റൽ T. ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു ദ റെസിപ്രോക്കൽ ഓഫ് ടൈം പീരീഡ്. അത് നമുക്ക് അങ്ങനെയും സംസാരിക്കാം, അതും കൂടെ നോക്കണം. പിന്നെ ആംഗുലാർ ഫ്രീക്വൻസി, ഇതും നമ്മൾ ഓൾറെഡി എവിടെ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ആംഗുലാർ വെലോസിറ്റി എന്നുള്ള ലെവലിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എവിടെ? 2D മോഷനിൽ ആംഗുലാർ ഫ്രീക്വൻസി എന്ന് നമുക്ക് ഒമേഗനെ വിളിക്കാം. ഓക്കെ, അപ്പൊ ഒമേഗ എന്ന് പറഞ്ഞ സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആംഗുലാർ ഫ്രീക്വൻസി എന്നും ആംഗുലാർ വെലോസിറ്റി എന്നും വിളിക്കാം. പക്ഷെ ഈ ചാപ്റ്ററിൽ നിങ്ങൾ അതിനെ ആംഗുലാർ ഫ്രീക്വൻസി എന്ന് വിളിക്കാൻ പാടുള്ളൂ. സോ അത് കാണാൻ ഇക്വേഷൻ ഒന്നെങ്കിൽ 2π ഇൻറ്റു ഫ്രീക്വൻസി അല്ലെങ്കിൽ 2π ഓൾ ഡിവൈഡ് ബൈ ക്യാപിറ്റൽ ടി. ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞാൽ എന്താ? ടൈം പീരീഡ് ആണ്. സോ നിങ്ങളത് പ്രത്യേകം നോക്കണം. പിന്നെ ഇവിടുത്തെ ടൈം എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ടി അല്ല കേട്ടോ. ഇവിടെ ഞാൻ നമ്പർ ഓഫ് ഓസിലേഷൻ ബൈ ടൈം ഉണ്ടല്ലോ, അത് ക്യാപിറ്റൽ ടി അല്ല, സ്മോൾ ടി ആണ്. സ്മോൾ ടി എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഓസിലേഷൻ എടുത്ത സമയമാണ് സ്മോൾ ടി. ഓക്കെ, ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞാൽ ഒരു ഓസിലേഷൻ എടുത്ത സമയമാണ് എന്താ പറയാ ക്യാപിറ്റൽ ടി. സ്മോൾ ടി എന്ന് പറഞ്ഞാൽ എന്താണ്? മൊത്തം എത്ര നമ്പർ ഓഫ് ഓസിലേഷൻസ് എടുത്തു അതിനെടുത്ത സമയമാണ് സ്മോൾ ടി. ഫോർ എക്സാമ്പിൾ, ഇതിപ്പോ ഇവിടെ പോയി ഇങ്ങോട്ട് എത്താൻ 10 സെക്കൻഡ് എടുത്തുന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു ഓസിലേഷൻ എടുത്ത സമയം 10 സെക്കൻഡ് ആണെങ്കിൽ അപ്പൊ ക്യാപിറ്റൽ ടി 10 സെക്കൻഡ് ആണ്. മൊത്തം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ പോയി 100 സെക്കൻഡ് എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ സമയം അവിടുത്തെ സ്മോൾ ടൈം ടി ആയിരിക്കും എന്ത്? 100 സെക്കൻഡ്. ഒരു ഓസിലേഷൻ എടുത്തതാണ് ക്യാപിറ്റൽ ടി ടൈം പീരീഡ്. മൊത്തം എത്ര ഓസിലേഷൻ എടുത്തു അതിനെടുത്ത് ഫുൾ എടുത്ത ടൈമാണ് സ്മോൾ ടി. സോ അതും കൂടെ നിങ്ങൾ പ്രത്യേകം ഒന്ന് മനസ്സിലാക്കുക. ചാപ്റ്റർ വളരെ ഈസിയാണ്, പക്ഷേ ഇതൊക്കെ നിങ്ങൾ തെറ്റിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാനത് വീണ്ടും ഇങ്ങനെ നിങ്ങളോട് പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് എക്സാമിന് ഷുവർ ആയിട്ട് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. എക്സാമിന് ചോദിക്കും വാട്ട് ഈസ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് നിങ്ങളോട് ചോദിക്കും. ഓക്കെ, സോ വാട്ട് ഈസ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് എക്സാമിന് റെഗുലർ ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്നതാണ്. സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്താന്ന് ഞാൻ എവിടെ പറഞ്ഞിട്ടുണ്ട്? നമ്മളെ സ്റ്റേഷനറി വേവ് ട്രാവലിംഗ് വേവ് പഠിപ്പിച്ചപ്പോൾ ഞാൻ അവിടുത്തെ പാർട്ടികളൊക്കെ സിമ്പിൾ ഹാർമോണിക് മോഷൻസ് ചെയ്യുന്നുണ്ടെന്ന് അവിടെ പറഞ്ഞു തന്നിരുന്നു. എവിടെ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ ആവോ? വേവിൽ നമ്മൾ പറഞ്ഞു തന്നിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു SHM എന്നുള്ള ഭാഗം. ഇനി ഞാനൊക്കെ SHM എന്നാട്ടോ എഴുതാം. ഓക്കെ, SHM ഈസ് ദ സിംപ്ലസ്റ്റ് ഫോം ഓഫ് ഓസിലേറ്ററി മോഷൻ. അപ്പൊ ഓസിലേറ്ററി മോഷന്റെ ഏറ്റവും സിമ്പിൾ ഫോം ആണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ അല്ലെങ്കിൽ SHM എന്ന് പറയുന്നത്. എ പാർട്ടിക്കിൾ ഈസ് സെഡ് ടു ബി SHM. ഒരു പാർട്ടിക്കിൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ അണ്ടർഗോ ചെയ്തു എന്ന് പറയണമെങ്കിൽ ഇഫ് ഇറ്റ് മൂവ്സ് ടു ആൻഡ് ഫ്രോ അബൌട്ട് എ ഫിക്സഡ് പോയിന്റ് അണ്ടർ ദ ആക്ഷൻ ഓഫ് എ റീസ്റ്റോറിംഗ് ഫോഴ്സ് വിച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ഡയറക്റ്റഡ് ടുവാർഡ്സ് ദ മീൻ പൊസിഷൻ. അതായത് ഇത് ഒരു ബോഡി സിമ്പിൾ ഹാർമോണിക് മോഷനിൽ പോകുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സിമ്പിൾ പെൻഡുലം സിമ്പിൾ ഹാർമോണിക് മോഷനിലാണ് പോകുന്നുണ്ടെങ്കിൽ ഇതാണ് ഇതിന്റെ മീൻ പൊസിഷൻ അല്ലെ. സോ മീൻ പൊസിഷൻ ഇതാണ് മീൻ പൊസിഷൻ. ഇതെന്ത് ചെയ്യണം? അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓസിലേറ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ ഉള്ളിലൊരു ഫോഴ്സ് ഉണ്ടാവുന്നുണ്ട്. സോ ആ ഫോഴ്സ് കാരണമാണ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ഒരു പുഷ് ചെയ്താൽ തന്നെ അത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അത് അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കാനുള്ള കാരണം ഒരു ഫോഴ്സ് ഉണ്ട്. അതിന്റെ ഉള്ളിൽ ഉണ്ടാവുന്ന ഫോഴ്സ് ആണ് റീസ്റ്റോറിംഗ് ഫോഴ്സ്. ഓക്കെ, എന്താണ് പറയുന്ന പേര്? റീസ്റ്റോറിംഗ് ഫോഴ്സ്. ആ റീസ്റ്റോറിംഗ് ഫോഴ്സും
ഇത് ട്രാവൽ ചെയ്ത ഡിസ്പ്ലേസ്മെന്റ് എക്സും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കണം. അത് മാത്രമല്ല ഈ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഏതൊക്കെ ഈ ഭാഗത്തേക്ക് പോയാലും ആ ഭാഗത്തേക്ക് പോയാലും ഒക്കെ മീൻ പൊസിഷനിലോട്ട് തന്നെ എന്തായിരിക്കണം, അതിന്റെ ഡയറക്ഷൻ ഡയറക്റ്റ് ചെയ്തിരിക്കണം. സോ അങ്ങനെയാണെങ്കിൽ അതിനാണ് നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുക. സോ സിമ്പിൾ ഹാർമോണിക് മോഷൻ അണ്ടർഗോ ചെയ്യണമെങ്കിൽ റീസ്റ്റോറിംഗ് ഫോഴ്സ്, അതായത് ഈ ബോഡിക്ക് കറങ്ങാൻ സഹായിക്കുന്ന ഫോഴ്സ് അല്ലെങ്കിൽ ഓസിലേറ്റ് സഹായിക്കുന്ന ഫോഴ്സ് ദാറ്റ് ഷുഡ് ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ് എക്സ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം എന്ത്, ഏതൊരു ബോഡിയും സിമ്പിൾ ഹാർമോണിക് മോഷനിലാണ് എന്ന്. ഓക്കെ, സോ ഇത് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എക്സാമിന് നിർബന്ധമായിട്ടും ചോദിക്കും. ഇമ്പോർട്ടന്റ് മാർക്ക് ചെയ്ത് വെച്ചോ, എന്തായാലും ചോദിക്കും, ഉറപ്പാണ്. സോ അത്രേ ഉള്ളൂ. സോ സിമ്പിൾ പരിപാടിയാണ്. സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്താണ്? റീസ്റ്റോറിംഗ് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ഇറ്റ് ഈസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ മീൻ പൊസിഷൻ. അതും കൂടെ പറയണം. ഇതിപ്പോ അങ്ങോട്ട് പോയിക്കോട്ടെ ഇങ്ങോട്ട് പോയിക്കോട്ടെ, അത് എപ്പോഴും അതിന്റെ മീൻ പൊസിഷനിലോട്ട് ആയിരിക്കും അതിന്റെ ഡയറക്ഷൻ. അതിനോട്ട് അങ്ങോട്ട് എത്തിക്കാനാണ് അത് എപ്പോഴും എന്ത് ചെയ്യുക, ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, സോ അത് അത്രേ ഉള്ളൂ. സോ ദാറ്റ്സ് ഓൾ, അത്രേ ഉള്ളൂ. അപ്പൊ ഇനി നമുക്ക് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ വേണം. അതായത് ഇത്രയേ ഉള്ളൂ. റീസ്റ്റോറിംഗ് ഫോഴ്സ് ഞാൻ എഫ് എന്ന് വിളിക്കുകയാണ്. സോ ഈ ഡയറക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു പാരഗ്രാഫ് എഴുതിയ ശേഷം നിങ്ങൾ എക്സാമിന് എഫ് റീസ്റ്റോറിംഗ് ഫോഴ്സ് എഫ് പ്രൊപ്പോർഷണൽ ടു മൈനസ് എക്സ് എന്നാണ് കാണിക്കുന്നത്. കാരണം ഫോഴ്സിന്റെ ഡയറക്ഷൻ എപ്പോഴും എങ്ങോട്ടായിരിക്കും, മീൻ പൊസിഷനിലായിരിക്കും. അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷൻ. സോ അതുകൊണ്ടാണ് എഫ് പ്രൊപ്പോർഷണൽ ടു മൈനസ് എക്സ് എന്ന് കൊടുത്തത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എ പ്രൊപ്പോർഷണൽ ടു മൈനസ് എക്സ് എന്ന് കൊടുക്കാം. എ എന്ന് പറഞ്ഞ ആക്സിലറേഷൻ, അത് പ്രൊപ്പോർഷണൽ ടു എക്സ്. അതായത് മൈനസിന്റെ കാരണം മൈനസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും അല്ലെങ്കിൽ ആക്സിലറേഷനും ഡിസ്പ്ലേസ്മെന്റും എന്താണ്, നെഗറ്റീവ് കാണിക്കാൻ കാരണം ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ടാണ്. ഓക്കെ, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ടാണ് അത് അങ്ങനെ വരുന്നത്. ഓക്കെ, സോ ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കാൻ പറ്റില്ല. സോ നമുക്ക് ഇക്വേഷൻ ഉണ്ടാക്കണമെങ്കിൽ എന്താ ചെയ്യാം, എഫ് പ്രൊപ്പോർഷണൽ ടു മൈനസ് എക്സ് ആണ്. സോ ആ കോൺസ്റ്റന്റ് നമ്മൾ കളയണം. സോ എഫ് ഈസ് ഈക്വൽ ടു മൈനസ് കെ എക്സ്. എഫ് ഈസ് ഈക്വൽ ടു മൈനസ് കെ എക്സ്. ഇവിടെ കെ എന്നതിന് നമ്മളൊരു പേര് വിളിക്കും. കെക്കുള്ള പേരാണ് ഫോഴ്സ് കോൺസ്റ്റന്റ് എന്നുള്ളത്. ഫോഴ്സ് കോൺസ്റ്റന്റ് ഇത് നമ്മളെ സോളിഡ് സ്റ്റേറ്റിൽ പഠിച്ചിട്ടുണ്ട്. കെ എന്നുള്ള ചാപ്റ്റർ സോളിഡ് സ്റ്റേറ്റ് ആണ്, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കെ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് കോൺസ്റ്റന്റ് ആണ്. എഫ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ്, എക്സ് ഡിസ്പ്ലേസ്മെന്റ്, കെ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോഴ്സ് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, സോ പ്രത്യേകം നോക്കിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതണം. എപ്പോ സിമ്പിൾ ഹാർമോണിക് മോഷൻ വാട്ട് ഈസ് എസ് എച്ച് എം എന്നാണ് എക്സാമിന് ചോദിക്കുക. അപ്പൊ എസ് എച്ച് എം ചോദിച്ചാൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടും. നിങ്ങൾ ഇത് മാത്രം എഴുതി വെച്ചുകൊണ്ട് കാര്യമില്ല. ഈ ഒരു ഇക്വേഷനുകൾ ഈ പ്രൊപ്പോർഷണാലിറ്റിയെങ്കിലും അറ്റ്ലീസ്റ്റ് എഴുതി വെക്കണം, എങ്കിലേ മാർക്ക് കിട്ടുള്ളൂ. ഫുൾ മാർക്ക് കിട്ടണമെങ്കിൽ ഇത് മൊത്തം എഴുതണം. ഈ എഫ് പ്രൊപ്പോർഷണൽ ടു മൈനസ് എക്സ് എഴുതിയ ഒരു മാർക്ക് കിട്ടും. അതാണ് ഫിസിക്സിന്റെ മെച്ചം. നിങ്ങളിങ്ങനെ ബയോളജി പോലെ കണ്ടമാനം എഴുതേണ്ട ഒരു ആവശ്യമില്ല. കാര്യം മാത്രം എഴുതിയാൽ മതി. ഇപ്പൊ ചിലപ്പോൾ ചില കുട്ടികളുണ്ട് 2-3 പാരഗ്രാഫ് മൊത്തം ഫിസിക്സിന്റെ ആൻസർ എഴുതി വെക്കും. പക്ഷെ അതിൽ വേണ്ട ആൻസറിന്റെ പോയിന്റ് അതിൽ ഉണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യും, അതിന് മാർക്ക് കിട്ടൂല. പക്ഷെ ചില ആൾക്കാരുണ്ടാവും, ഇപ്പൊ ചില ആൾക്കാരെന്താ ഒരു അര പേജ് വരെ എഴുതി വെക്കും 2 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ. പക്ഷെ അതിൽ മൊത്തം നമ്മൾ തിരഞ്ഞാലും അതിലെന്തുണ്ടാവില്ല, ആൻസർ ഉണ്ടാവില്ല. കുറെ എസ് എഴുതി വെക്കും. പക്ഷെ ചിലരുണ്ടാവും 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിലും ഒരു ഒറ്റ ലൈൻ അങ്ങോട്ട് എഴുതി വെക്കും. അതിൽ നോക്കുമ്പോൾ മൊത്തം പോയിന്റ് അതിൽ തന്നെ ഉണ്ടാവും. അപ്പൊ 2 മാർക്ക് നമ്മൾ കൂളായിട്ട് കൊടുക്കും. ഫിസിക്സിൽ കുറെ എഴുതണം. കണ്ടന്റിനല്ല ഇമ്പോർട്ടന്റ്, പോയിന്റിനാണ് ഇമ്പോർട്ടന്റ്. ഇപ്പൊ ബയോളജി എഴുതിയാൽ നിങ്ങൾക്ക് കുറെ പോയിന്റ് അവിടുന്ന് ഇവിടുന്നൊക്കെ കിട്ടിയിട്ട് നമുക്ക് എഴുതിയാൽ നമുക്ക് അതിനനുസരിച്ച് മാർക്ക് ഇട്ട് തരും. പക്ഷെ ഒരിക്കലും ഫിസിക്സിന് നിങ്ങൾ എഴുതുന്നത് പോയിന്റ് അതിലുണ്ടാവണം. അതായത് ആ ആൻസർ ടു ദ പോയിന്റ് ആണ്, അല്ലെങ്കിൽ ആൻസർ ടു ദ ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യൻ അനുസരിച്ച് ആൻസർ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. അതിനോട് ബന്ധപ്പെടുത്തി എഴുതിയാലും മാർക്ക് കിട്ടും. പക്ഷെ അതിനോട് വെച്ചിട്ട് തന്നെ എഴുതണം, അല്ലെങ്കിൽ മാർക്ക് കിട്ടൂല. ദെൻ അപ്പൊ നമുക്ക് നോക്കാം. ഇത് ഒരു വളരെ ഇമ്പോർട്ടന്റ് നോട്ടാണ്. ഇഫ് ദ മോഷൻ അണ്ടർ എ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഈസ് കോൾഡ് ലീനിയർ എസ് എച്ച് എം. ഓക്കെ, അപ്പൊ നമ്മളെ ബോഡി മോഷൻ ചെയ്യുന്നത് റീസ്റ്റോറിംഗ് ഫോഴ്സിന്റെ ഹെൽപ്പിലാണെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് എസ് എച്ച് എം സിമ്പിൾ ഹാർമോണിക് മോഷൻ നമ്മൾ ലീനിയർ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പൊ റീസ്റ്റോറിംഗ് ഫോഴ്സിൽ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ലീനിയർ എസ് എച്ച് എം എന്നാണ് വിളിക്കുക. അതേസമയം നമ്മളെ ബോഡി മൂവ് ചെയ്യുന്നത് റീസ്റ്റോറിംഗ് ടോർക്കിലാണെങ്കിൽ, ടോർക്ക് എന്താന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ പറഞ്ഞിട്ടുണ്ട്, റൊട്ടേഷൻ മോഷന് പറഞ്ഞിട്ടുണ്ട്. റീസ്റ്റോറിംഗ് ടോർക്കിലാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ആംഗുലാർ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്നാണ് വിളിക്കുക. ഭാഗ്യത്തിന് അത് നിങ്ങൾക്ക് പഠിക്കാനില്ല. ഓക്കെ, സോ ആംഗുലാർ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്നാണ് നമ്മൾ വിളിക്കുക. ഓക്കെ, സോ അതാണ് ഇതിൽ പഠിക്കാനുള്ളത്. സോ ഞാനിപ്പോ ഈ ചാപ്റ്ററിൽ ഇപ്പൊ എസ് എച്ച് എമ്മിന്റെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ മാത്രമേ തന്നിട്ടുള്ളൂ. നമുക്ക് അടുത്ത ചാപ്റ്ററിൽ കുറച്ചും കൂടെ വിശദമായിട്ട് പഠിക്കാം. സോ എല്ലാവരും ഈ ഓസിലേഷൻ എന്നുള്ള ഭാഗം ഒന്ന് കാണാം. അടുത്ത ചാപ്റ്ററിൽ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് കുറച്ച് കാർഡ് കയറിയിട്ട് കുറെ ഡെറിവേഷൻ ഉണ്ട്. ഇത് വളരെ ചെറിയ ചാപ്റ്റർ ആണ്, ഒരു 2.5 മണിക്കൂർ മതി. ഓക്കെ, സോ ഇതോടുകൂടെ നമ്മൾ നിർത്തുകയാണ്. സോ താങ്ക് യു ആൻഡ് എല്ലാവരും നന്നായിട്ട് പഠിക്കുക.